നമസ്കാരം. ഇന്ത്യൻ ഇൻസ്പിറേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോൺഫിഡൻസ് ഇസ് ഇൻ ഹാർഡ് വർക്ക് എന്ന കോട്ട് വിശ്വസിച്ച് ഒരു തേർഡ് ലൈഫിലൂടെ ഇപ്പോഴും സക്സസ്ഫുൾ ആയി പോകുന്ന ഒരു വ്യക്തിയെയാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് സോബി വർഗീസ് ആണ്. സൂസി ഫൈനാൻസ്, പ്ലാക്കിയൽ ജ്വല്ലറി, അതുപോലെ തന്നെ ക്രൗൺ പാലസ് ടൂറിസ്റ്റ് ഹോമിൻ്റെ MD ആണ് സോബി വർഗീസ്. അതുമാത്രമല്ല, ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് കൂടിയാണ് സോബി വർഗീസ്. ഷിപ്പിംഗിൽ നിന്ന് ഈ ഒരു ബിസിനസ് ഫീൽഡിലോട്ട് വന്നപ്പോൾ ആ ഒരു ചേഞ്ച് എങ്ങനെയായിരുന്നു? ഷിപ്പിംഗ് അതിൽ ബേസിക്കലി ഫ്രോം ദ ബിസിനസ് ഫാമിലി. അപ്പോൾ ഷിപ്പിംഗ് ലോകം മൊത്തം കണ്ടുകൊണ്ട് നാച്ചുറലി എക്സ്പീരിയൻസ് ഹൗ ടു ഹാൻഡിൽ സൈക്കോളജിക്കലി ദ ഹ്യൂമൻ ബീയിങ്സ്. അങ്ങനെയാണ് പിന്നെയും അതൊരു ഒന്നുകൂടെ ബിസിനസ്സിലേക്ക് ഊർജ്ജം വന്നു. ബിസിനസ് ഇങ്ങനെ ഏറ്റെടുക്കുമ്പോൾ ബിസിനസ് അല്ലേ, അപ്പോൾ ഒരു റിസ്ക് ഫാക്ടർ ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്താൽ? അത് തീർച്ചയായിട്ടും ഉണ്ട്. ഏറ്റവും കൂടുതൽ റിസ്ക് ഫാക്ടർ ആയിട്ട് കണ്ടത് ഏതായിരുന്നു? എന്നുവെച്ചാൽ നമ്മൾ നല്ല പ്രവൃത്തി ചെയ്യുമ്പോഴും അതിൽ ചില ആളുകൾക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ പറ്റിക്കാൻ ശ്രമിക്കുന്നു. അവർക്ക് വിറ്റ വില കിട്ടണം, അത് കൊടുക്കാറുണ്ട്. 5 ദിവസത്തെ ഗ്യാരണ്ടി കൊടുക്കാറുണ്ട്. പിന്നെ നമ്മുടെ ക്രൗൺ പാലസ് ടൂറിസ്റ്റ് ഹോമിലും ആൾ താമസിക്കാൻ വരുമ്പോഴും അവർക്ക് റേറ്റ് കുറച്ച് കൊടുക്കാം, പക്ഷേ സൗകര്യം കൂടുതൽ വേണം. അങ്ങനെയൊക്കെയാണ് പല രീതിയിൽ പല കസ്റ്റമേഴ്സ്. അപ്പോൾ നമ്മളെല്ലാവരും നല്ലത് പെരുമാറും, അവർ ഇഷ്ടത്തിന് വിട്ടു കൊടുക്കും. ബിസിനസ്സിൽ അതുപോലെ സ്വർണം പ്ലജ് ചെയ്യാൻ വരുന്നവർക്കും പല ആവശ്യങ്ങളാണ്. അവർക്ക് വിറ്റ വില കിട്ടുന്നത് കൊടുക്കാറുണ്ട്. കാരണം റേറ്റ് വേരിയേഷൻ ചെയ്യുന്നതുകൊണ്ട് അന്നത്തെ വിലയ്ക്ക് വിറ്റ വില കൊടുക്കും, പക്ഷേ അതിൻ്റെ 50 days വെക്കും അതിൻ്റെ ടൈം. ഇപ്പോൾ ഗോൾഡിന്റെ റേറ്റ് ഒക്കെ ഭയങ്കര ഫ്ലക്സ്, അപ്പോൾ അത് ബിസിനസ്സിനെ എങ്ങനെയും അല്ല, അപ്പോൾ വേരിയേഷൻ ചെയ്യുമ്പോൾ അന്നത്തെ റേറ്റിൽ അതിൻ്റെ റേറ്റ് ഇടും, എന്നിട്ടത് മാക്സിമം കൊടുക്കുക. ചിലർക്ക് അത്യാവശ്യമാണെങ്കിൽ അത് സോൾഡ് റേറ്റും കൊടുക്കും. 15 days കരാതിയും വെക്കും. ഈ ഗോൾഡിന്റെ ഇതല്ലാണ്ട് വേറെ ബിസിനസ്സസ് ഒക്കെ? വേറെ ജ്വല്ലറി ബിസിനസ് ഉണ്ട്, ക്രൗൺ പാലസ് ടൂറിസം ഉള്ള ഹോട്ടലുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നു. ഈ ടൂറിസ്റ്റ് ഹോം ഒക്കെ അതിൻ്റെ ഒക്കെ ഇന്നാണ് തുടങ്ങിയത്? അല്ല, കൊല്ലം കൊണ്ട് ഡാഡി തുടങ്ങിയതാണ്. ഞാനത് ക്യാരി. ലൈഫിലെ ഏറ്റവും വലിയ ഒരു ടേണിംഗ് ഇൻസിഡന്റ് ആയിട്ട് വന്നത് ഏതായിരുന്നു? ടേണിംഗ് ഇൻസിഡന്റ് എന്ന് പറഞ്ഞാൽ ബോംബെയിൽ ഡാഡിയുടെ നേവിയിൽ വർക്ക് ചെയ്യുമ്പോഴും ഒരുപാട് നേവൽ സ്കൂളിൽ കൊളംബോയിൽ പഠിച്ചത്. അപ്പോൾ ഒരുപാട് ഹാർഡ് വർക്ക് ഉണ്ട്, അതൊന്ന്. പിന്നെ ഡാഡിയും വളരെ ഹാർഡ് വർക്കിംഗ് ആണ്. പിന്നെ വളരെ 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 ഡിസിപ്ലിൻ സ്ട്രിക്റ്റ് ആയിരുന്നു. അപ്പോൾ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ചൂലെടുത്ത് കാണിക്കും, വടിയെടുത്ത് കാണിക്കും. അപ്പം അതിന് മേളിൽ നിൽക്കണം, ഒരു അനുസരണക്കേട് കാണിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ചിന്തിച്ച് ബുദ്ധിയും വർദ്ധിച്ചു. അങ്ങനെ ഒരു നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോഴാണല്ലോ, അത് ജിമ്മിൽ പോകുമ്പോഴാണല്ലോ നമ്മുടെ ബോഡി ഡെവലപ്മെൻ്റ് ആണ്. അതുപോലെയാണ് ചിന്തിച്ചാൽ നമ്മുടെ ബ്രെയിനും ആക്റ്റീവാണ്. പിന്നെ അതുപോലെ ഡാഡി എന്നെ ഡോക്ടറാക്കാൻ വേണ്ടി മംഗലാപുരത്ത് സീറ്റ് ബുക്ക് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിൽ ഞാൻ ഡോക്ടറാകാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പൈസ ഡാഡി കൂടുതൽ ചിലവാക്കണം. എനിക്ക് 2 സിസ്റ്റേഴ്സ് ഉണ്ട്, അവരെ കെട്ടിക്കണം. ആ റെസ്പോൺസിബിലിറ്റി കുറച്ച് നല്ല ഉള്ളതുകൊണ്ട് അങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ഞാനത് വിട്ടിട്ട് ഷിപ്പിങ്ങിൽ പോകണമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് ഞാൻ ഷിപ്പിൽ കയറുന്നത്. അങ്ങനെ അവിടെ ലൈഫ് പ്രൊമോഷനായി കൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഡാഡിക്ക് പാൻക്രിയാറ്റിക് ക്യാൻസർ വന്ന് ഡാഡി മരിക്കുന്നത്. 2005 April 3 മരിക്കുന്നത്. പിന്നെയും ഡാഡിയുടെ ബിസിനസ് ടേക്ക് ഓവർ ചെയ്യപ്പോഴും ഹാർഡ് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോഴാണ് ശനിയാഴ്ച ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ അവർക്ക് പൈസ ഞായറാഴ്ച വെക്കുള്ളൂ, അന്ന് പണം എടുക്കും, അവരുടെ ഗോൾഡ് ലോൺ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ തുറന്നു തരാം. എന്നിട്ട് ഞാൻ തുറന്നു കൊടുത്ത് അവരുടെ ഗോൾഡ് ലോൺ എടുത്ത് കൊടുത്തു. എന്നിട്ട് റോഡ് ക്രോസ് ചെയ്ത് പോകുമ്പോഴാണ് ഒരു ബസ് എറണാകുളത്ത് നിന്ന് വന്നിട്ട് എന്നെ ആ ടേണിങ്ങിൽ ഓവർടേക്ക് ചെയ്ത് എന്നെ ബസ് ഇരിക്കുന്നു. ഇവിടുന്ന് ആസ്ട്രിയിൽ നിന്ന് എന്നെ ബാംഗ്ലൂരിൽ 3 ഹോസ്പിറ്റലിൽ മാറ്റി. ഒന്ന് സാഗർ, പിന്നെ അടുത്തത് ദാമോദർ, പിന്നെ വേറൊരു ഹോസ്പിറ്റലാണ്, അതിൻ്റെ പേര് ഓർമ്മയില്ല. പിന്നെ അതിനുശേഷം അവിടെ ന്യൂറോ കാർസിനോജനിക് എന്നൊരു ഓപ്പറേഷൻ ഉണ്ട്. അതിൽ ഓപ്പറേഷൻ നടന്നാൽ തന്നെ 1000 പേരിൽ 3 പേര് രക്ഷപ്പെടുള്ളൂ. അങ്ങനെ ഡേഞ്ചറസ് ഓപ്പറേഷൻ ആയിരുന്നു. ആ സർജറി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴത്തേക്കും വീട്ടിൽ വന്നപ്പോൾ തിരിച്ച് കൊച്ചിയിൽ വന്നു. അപ്പോൾ എൻ്റെ മമ്മയൊക്കെ കണ്ട് എനിക്കറിയില്ല. വീട്ടിൽ 10 മണിക്ക് കിടന്നാലും രാത്രി 1:30 ആകുമ്പോൾ എണീച്ച് ഒരുപാട് ദൂരം നടക്കും. കംപ്ലീറ്റ്ലി ബ്രെയിൻ ഡാമേജ് ഹെഡ്. അപ്പോൾ ഒന്നും ചെയ്യാൻ എനിക്ക് തന്നെ പറ്റില്ല. അങ്ങനെ മരുന്ന് കഴിച്ച് പിന്നെ ഒരിക്കൽ സെൻറ്റ് ജോർജ് ജേക്കബ് പള്ളി കരിങ്ങാശ്ശേരിയുള്ളതിൽ മെഴുതി കത്തിക്കാൻ കയറിയപ്പം ആദ്യം കത്തിച്ചവരുടെ മെഴുതി കെട്ടിരിക്കുന്നു. കാരണം വെസ്റ്റ് സൈഡിൽ ഓഷ്യനാണല്ലോ, അവിടെ നിന്ന് കാറ്റടിച്ച്
ആ മെഴുതിയെല്ലാം കിട്ടും. അപ്പോൾ അവരുടെ മെഴുതി കത്തിച്ചിട്ട് എൻ്റെ മെഴുതിയും കത്തിക്കൊള്ളും. അങ്ങനെ 5-ാമത്തെ ദിവസം കത്തിച്ചോടെ മെഴുതിരി എല്ലാം കെടുത്തിയിടും. പിന്നെ എൻ്റെ മെഴുതി കത്തിക്കും, അതും കെടുത്തിയിടും, കാരണം കാറ്റ് പിടിക്കുകയാണെങ്കിൽ. അപ്പോഴിങ്ങനെ ഒരിക്കൽ 5-ാം ദിവസം ഞാൻ എന്നപ്പോൾ കുറച്ച് ബെൻഡ് ചെയ്തപ്പോൾ എൻ്റെ ഷർട്ടിലേക്ക് ആ തീ ആളിപ്പടന്നു. ശരിക്കും മുടി കത്തി, ആകെപ്പാടെ ഫുള്ളി ബേണിങ് ബോഡി. അത് കഴിഞ്ഞിട്ട് ആരും എൻ്റെ അടുക്കുന്നില്ല. പള്ളിയിലെ സ്റ്റാഫൊക്കെ ഓടി വന്നിട്ട് ബക്കറ്റിൽ വെള്ളം ഒഴിക്കുക, ഹോസ് കണക്ട് ചെയ്ത് കഴിക്കുക. കാരണം അടുക്കുന്ന ഞാൻ അവരെ കെട്ടിപ്പിടിച്ചാലെന്ന് പേടിച്ച് അവർ ദൂരെ നിൽക്കുക. അത്രയും തീയായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഷർട്ട് മൊത്തം കത്തി, ഹെയറും മൊത്തം ഡാമേജായി, ജീൻസും പകുതി കത്തി. എന്നിട്ട് എന്നെ കൊണ്ട് വീട്ടിൽ കൊണ്ടാക്കി, രാജകീയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ നേരത്തെ ചികിത്സ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ പോയി അവിടെ ആദ്യമേ സ്കാൻ ചെയ്തു. പിന്നെ 9 ദിവസം കിടത്തിയിട്ടാണ് അവർ മരുന്ന് കണ്ടുപിടിക്കുന്നത്. ഒക്കെ ദൈവനിശ്ചയമാണ്. അല്ലെങ്കിൽ ഇത് തേർഡ് ബർത്ത് അങ്ങനെ ഉണ്ടാവണമെങ്കിൽ ദൈവനിശ്ചയം. അപ്പോൾ അതുവരെ ഈ ഫുള്ളി ഡാമേജ് ബ്രെയിൻസ് ആണല്ലേ. അപ്പോൾ ആ ടൈമിലൊക്കെ ഈ ബിസിനസ് റൺ ചെയ്തതോ? അന്നേരം ഓൺലി ഷോപ്പ് വാസ് ഓപ്പൺ, ബട്ട് മൈ മദർ ഓൺലി സിറ്റിംഗ് ഓൺ ദിസ് ചെയർ. ഓ, അപ്പോൾ ഈ കോവിഡ് ടൈമിലൊക്കെ? കോവിഡ് ടൈം ഓൾസോ സെയിം തിങ്. ഐ വാസ് fully damaged. I cannot climb even a bus. I cannot hold my hand and climb the ladder of the bus or lift my right leg. അപ്പോൾ അങ്ങനെയൊരു അവസ്ഥയായിരുന്നു. ദെൻ ഓൺലി ഓട്ടോ ഐ യൂസ് ടു കം. അപ്പോൾ ഈ ഒരു പീരീഡിൽ എപ്പോഴെങ്കിലും സ്വയം ഡീമോട്ടിവേറ്റ് ആയിട്ടുണ്ടോ? അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു, അങ്ങനത്തെ ഒരു തോട്ട് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? അങ്ങനെ തോട്ട് പണ്ടേ ഇല്ല. കാരണം അതിൻ്റെ നമ്മുടെ സ്വന്തം സെൽഫ് എഫിഷ്യൻസി നശിപ്പിക്കും.